ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏതാണ്? ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ റെസ്യൂമിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കറിക്കുലം വെറ്റ അല്ലെങ്കിൽ CV എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം എന്താണ് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ടോ കമ്പനിയിലോട്ടോ ഒരു ജോബ് ഓഫർ, ഒരു തൊഴിലവസരം നമ്മൾ പത്രത്തിലോ മറ്റോ പരസ്യമായിട്ട് കണ്ടിട്ട് നമുക്കതിനുള്ള ഒരു യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അയക്കുന്ന അപേക്ഷയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, മീൻസ് ആപ്ലിക്കേഷൻ ലെറ്റർ നമ്മളവിടെ നമുക്ക് ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നമ്മൾ ഈ ജോലി ചെയ്യാൻ യോഗ്യരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അയക്കുന്ന ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിലോട്ട് അയക്കുന്ന ഒരു അപേക്ഷയാണ് ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. ഇനി റെസ്യൂം എന്ന് പറയുമ്പോൾ എന്താണ്? റെസ്യൂം എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോഡേറ്റ ആണെന്ന് റെസ്യൂം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ CV എന്നോ CVയുടെ ഫുൾ ഫോം ആണ് കറിക്കുലം വിറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ടേംസ് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേമലു മൂവിയിൽ മമിത ബൈജു നസ്ലിന് വേണ്ടിയിട്ട് ഒരു CV തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ആ ഒരു ടൈമിലല്ലേ അവർ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രംഗം ഒന്ന് ഓർത്താൽ മതി ഈ റെസ്യൂമിൻ്റെ ഒരു കാര്യം ഓർമ്മ വരാൻ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ലെറ്റർ മാത്രമാണ് നമ്മൾ എഴുതി വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്കേ കിട്ടത്തുള്ളൂ. ഒപ്പം നമ്മൾ ഈ റെസ്യൂം കൂടി എഴുതിയാൽ മാത്രമാണ് നമുക്ക് വീണ്ടും 4 മാർക്ക് കൂടി കിട്ടി ഫുൾ 8 മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും 8 മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ പറയട്ടെ, നമ്മൾ ഈ ഒരു ചോദ്യം വരുമ്പോൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ, ഒരു അപേക്ഷ ഫോർമാറ്റിൽ അതും നമ്മൾ എഴുതണം. ഒപ്പം പ്ലസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റെസ്യൂം കൂടി നമ്മൾ എഴുതണം. എങ്കിലേ നമുക്ക് ടോട്ടൽ 8 മാർക്ക് കിട്ടത്തുള്ളൂ. നോക്കിക്കോളൂ, ആദ്യം നമ്മൾ എഴുതുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ആണ്. അപ്പോൾ അതിന് ഉറപ്പായിട്ടൊരു എന്താണ് പറയുക, നമ്മൾ ലെറ്ററിലൊക്കെ ഇതുപോലെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആദ്യമേ നമ്മൾ നോക്കൂ, നമുക്കൊരു പേര് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ജോൺ എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അഡ്രസ്സാണ് ABC വില്ല, ജവഹർ സ്ട്രീറ്റ്, കൽക്കട്ട എന്ന് പറയുന്നത്, പ്ലേസും അഡ്രസ്സും ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരു പേരും ഏതെങ്കിലും ഒരു അഡ്രസ്സും കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഒരു ലൈൻ വിട്ടിട്ട്, നമുക്ക് പരീക്ഷയ്ക്ക് തരുന്നത് വരയിട്ട പേപ്പേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു ലൈൻ വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 9th May 2022. ഇഷ്ടമുള്ള ഒരു ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഡേറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ സാധാരണ ഇതുപോലെ ഇങ്ങനെയൊന്നും എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഇങ്ങനെയൊന്നും എഴുതരുത്. നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുക. ഈ ഒരു മാസമൊക്കെ ഇങ്ങനെ തന്നെ എഴുതണം. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത് നമ്മൾ ആർക്കാണോ അയക്കുന്ന അവരുടെ അഡ്രസ്സാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാനൊരു നമ്മുടെ എന്താ പറയുക ഒരു എക്സാമ്പിളിൻ്റെ ഇവിടെ എഴുതിയിട്ടുള്ളതാണ്. ഇർഫാൻ അലാം, നമുക്കറിയാലോ, നമ്മളെ 3 വീൽഡ് റെവല്യൂഷനിൽ പഠിക്കുന്ന ഒരു ആളാണല്ലോ ഇർഫാൻ അലാം, ദ ചെയർപേഴ്സൺ സമാൻ ഫൗണ്ടേഷൻ മുംബൈ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് പേടിക്കേണ്ട. കാരണം നമുക്ക് ആർക്കാണോ അയക്കേണ്ടതെന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇർഫാൻ അലാം ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ലെവലിൽ ഒരു അഡ്രസ്സ് കൊടുത്തു, ദ ചെയർപേഴ്സൺ ആണ്, സമാൻ ഫൗണ്ടേഷൻ ആണ്, മുംബൈ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ തരുന്നത് നമ്മുടെ ഷഹീൻ മിശ്രയ്ക്കായിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് അങ്ങനെ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു ഫ്രം അഡ്രസ്സ് വേണം. ആരാണോ അയക്കുന്നത് അയാളുടെ പേരും അഡ്രസ്സും. പിന്നെ ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് ഈ ഒരു ലെവലിൽ തന്നെ കൊടുക്കുക. പിന്നെ അടുത്ത് ടു അഡ്രസ്സാണ് എന്ന് പറയുമ്പോൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ പേരും അയാളുടെ ഏത് പൊസിഷനാണ് എന്നുള്ളതും സ്ഥലവും നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മളിവിടെ കൊടുക്കേണ്ടതാണ് സബ്ജക്റ്റ്. ഓക്കെ, എന്താണ് നമ്മൾ അയക്കുന്ന വിഷയം എന്നുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പോൾ സബ്ജക്റ്റ് SUB എന്ന് നമ്മൾ എഴുതിയാൽ മതി, ഫുള്ളായിട്ട് എഴുതണമെന്നില്ല. എന്നിട്ടൊരു സെമി കോളനൊക്കെ കൊടുത്തിട്ട് നമുക്ക് എഴുതാം ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് HR മാനേജർ ഇൻ സമ്മാൻ ഫൗണ്ടേഷൻ. അപ്പം നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. കാരണം എവിടത്തേക്ക് മീൻസ് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും എന്താക്കാൻ പറ്റും, ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് തുടങ്ങിയാൽ മതി, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇപ്പം ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇപ്പോൾ ഇവിടെ HR മാനേജറിനാണ്, സമ്മാൻ ഫൗണ്ടേഷനിൽ തന്നെ HR മാനേജറിനുള്ള ഒരു തസ്തികയിലോട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. കേട്ടല്ലോ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്താണോ ക്വസ്റ്റ്യനിലുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത് നമ്മളിവിടെ റെഫറൻസ് കൂടി കൊടുക്കണം. ഓക്കെ, റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എവിടെയാണ് നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ പത്രമാണോ ഏത് പരസ്യം കണ്ടിട്ടാണ് നമ്മൾ അറിഞ്ഞതെന്നുള്ളത്, ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്താ പറയുക ഈ തൊഴിലവസരത്തെക്കുറിച്ച് എവിടെ നോക്കിയാണ് അറിഞ്ഞതെന്നുള്ളത് ഒരു റെഫറൻസ് നമ്മൾ വെക്കണം. REF എന്ന് എഴുതിയാൽ മതി. പിന്നെ ഒരു സെമി കോളൻ കൊടുത്തിട്ട് ഇത് നമുക്കിങ്ങനെ എഴുതാം, യുവർ അഡ്വർടൈസ്മെൻറ്റ് ഫൗണ്ട് ഇൻ ദ ഹിന്ദു ഡെയിലി
ഹിന്ദു ഡെയിലി മീൻസ് ഹിന്ദു ന്യൂസ് പേപ്പർ ആണല്ലോ, ഹിന്ദു ന്യൂസ് പേപ്പറിൽ കണ്ട അഡ്വർടൈസ്മെൻ്റ് ആണ് നിങ്ങളുടെ. എന്നാണ് കണ്ടത്? ഡേറ്റഡ് ഓൺ 1 May 2020 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡേറ്റ് നമുക്ക് അതനുസരിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കാം, യുവർ അഡ്വർടൈസ്മെൻറ്റ് ഫൗണ്ട് ഇൻ ദ ഹിന്ദു ഡെയിലി ഡേറ്റഡ് ഓൺ. പക്ഷേ ഈ ഡേറ്റ് വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മളിതാ മുകളിൽ വെച്ചൊരു ഡേറ്റ് ഉണ്ട്. എത്രയാണ്? May 9, 2022 എന്നാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഒരു മിനിറ്റ്, എവിടെ നമ്മൾ 2022 തന്നെ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു തന്ന കാര്യം, May 9, 2022 ഞാൻ ഈ അപേക്ഷ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ 9-ന് ശേഷമുള്ള ഡേറ്റ് അവിടെ വയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിന് മുമ്പേ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടാണ്, പരസ്യം കണ്ടിട്ടാണ് നമ്മളിപ്പോൾ അപേക്ഷിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് May 1 ഇവിടെ കൊടുത്തത്. May 1-ന് ഞാൻ പരസ്യം കണ്ടു. അപ്പോൾ May 9-നാണ് ഞാൻ അടുത്ത് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ 2022 അപ്പോൾ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അതനുസരിച്ച് കൊടുത്താൽ മതി. അത് കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സെൻറ്റൻസ് ഒക്കെ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതിയെ. യുവർ അഡ്വർടൈസ്മെൻറ്റ് ഫൗണ്ട് ഇൻ ദ ഹിന്ദു ഡെയിലി ഡേറ്റഡ് ഓൺ. ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ റെസ്പെക്റ്റഡ് സാർ ഒരു സല്യൂട്ടേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ ഫസ്റ്റ് എഴുതിയിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതായത് ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഫൗണ്ട് ഇൻ ദ ഹിന്ദു ഡെയിലി dated 1 May 2022 ആണ് 22. I would like to apply for the post of HR manager in Samman Foundation. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബിഗിനിങ് നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും ഈ ഒരു ലെവലിൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അതായത് ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ്, ഹിന്ദു ഡെയിലിയിൽ ഇന്ന ഡേറ്റിൽ കണ്ട നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് ഒരു റെസ്പോൺസ് ആയിട്ട് ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്താണ്, ഞാൻ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏത് പോസ്റ്റാണോ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതനുസരിച്ച് എന്ത് ചെയ്യുക, ബാക്കി എഴുതിക്കൊള്ളാം. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതുമ്പോൾ അവിടെ എന്തൊക്കെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ ജോലി അവസരം എന്നുള്ള ലെവലിൽ ചോദ്യത്തിൽ നമുക്ക് ഉറപ്പായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ സമ്മാൻ ഫൗണ്ടേഷൻ ഈ ഒരു ചോദ്യം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ റിക്ഷ പുള്ളേഴ്സിൻ്റെ ഒരു ഉന്നമനമായിട്ട് ലക്ഷ്യമിട്ടിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തള്ളിവിടാം. അതായത് എനിക്കിങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്, ഓക്കെ, മറ്റുള്ളവരെ സഹായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചോദ്യത്തെ ബേസ് ചെയ്ത് അവിടെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഷഹീൻ മിസ്ട്രി ബേസ് ചെയ്തിട്ടാണെങ്കിലും അവിടെ എന്താ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ഇതാണ് അവിടുത്തെ ആകാംക്ഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് അവിടത്തൊക്കെ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എനിക്ക് ഇതുപോലെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി ഇഷ്ടമാണ്, ടീച്ചിങ് എന്ന് പറയുന്നൊരു പാഷനാണ്, പ്രത്യേകിച്ചും പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അത് ഒരു ഹോബിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അവസാനം നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സെൻറ്റൻസ് ആണ്. ഇഫ് ഐ ആം ഗിവൺ എ ചാൻസ്, okay, I will perform my duties sincerely and systematically to the best of your satisfaction. Okay, എന്താണ് നമ്മൾ പറഞ്ഞത്? എനിക്കൊരു ചാൻസ് നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വളരെ സിൻസിയറായിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും എൻ്റെ ഡ്യൂട്ടീസ് എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യും. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ എന്താ പറയുക ലെവൽ വരെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായിട്ട് ചെയ്തോളാം. എൻ്റെ വർക്ക് എന്താണോ അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും, എനിക്കൊരു ചാൻസ് നിങ്ങൾ ഈ ഒരു എന്താ പറയുക കമ്പനിയിൽ തരികയാണെങ്കിൽ എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് ലാസ്റ്റ് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് പറയാം ലുക്കിംഗ് ഫോർവേഡ് ടു എ പോസിറ്റീവ് റെസ്പോൺസ്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിന് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ST_John സിഗ്നേച്ചറാണ്. പിന്നെ നമ്മൾ ആ ഫസ്റ്റിൽ വെച്ച പേര് തന്നെ താഴെയും കൊടുക്കണം, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഫ്രം അഡ്രസ്സ് വെക്കണം, ഡേറ്റ് വെക്കണം, ടു അഡ്രസ്സ് വെക്കണം, സബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നുള്ള ലെവലിൽ തുടങ്ങാൻ നിങ്ങൾക്ക് റെഫറൻസ് ഇതുപോലെ തന്നെ കൊടുത്താൽ മതി, യുവർ അഡ്വർടൈസ്മെൻറ്റ് ഫൗണ്ട് ഇൻ ദ ഹിന്ദു ഡെയിലി എന്നുള്ള ലെവലിൽ. ഓക്കെ, ഇനി അടുത്ത റെസ്പെക്റ്റഡ് സാർ എന്ന് കൊടുത്തുന്നു. റെസ്പെക്റ്റഡ് സാർ ഓർ മാഡം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളല്ലോ അതുപോലെ കൊടുക്കാം. ഇപ്പോൾ ഷഹീൻ മിസ്റ്റേക്ക് ആണെങ്കിൽ റെസ്പെക്റ്റഡ് മാഡം എന്ന് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇർഫാൻ എല്ലാം ആയതുകൊണ്ടാണ് റെസ്പെക്റ്റഡ് സാർ എന്ന് കൊടുത്തത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു തുടക്കം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഐ വുഡ് എന്താണ് പറയുക ഫൗണ്ട് ഇൻ ദ ഹിന്ദു ഡെയിലി ഡേറ്റഡ് ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ്. ഓക്കെ, ബാക്കി അങ്ങനെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് 1-2 പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ലാസ്റ്റ് എന്ത് കൊടുക്കണം, കൺക്ലൂഷൻ ആയിട്ട് ഇഫ് ഐ ആം ഗിവൺ എ ചാൻസ് ഐ വിൽ പെർഫോം മൈ ഡ്യൂട്ടീസ് സിൻസിയർലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി ടു ദ ബെസ്റ്റ് ഓഫ് യുവർ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ലുക്കിംഗ് ഫോർവേഡ് ടു എ പോസിറ്റീവ് റെസ്പോൺസ്, പിന്നെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് സിൻസിയർലി എന്നും കൊടുക്കാം കേട്ടോ. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുപോലെ കൊടുക്കാം. പിന്നെ സിഗ്നേച്ചറും മുകളിൽ വെച്ച് അതേ പേര് നമ്മൾ താഴെയും കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്ര ഏരിയ നമുക്ക് വേറെ 4 മാർക്കേ കിട്ടത്തുള്ളൂ. അതാണ് നമ്മളെ ഞാൻ പ്രേമലോകം
ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് നമുക്ക് CV കൂടി നമ്മൾ എഴുതേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പം ഞാനൊക്കെ എഴുതിയിരുന്ന ടൈമിൽ ഞാൻ കറിക്കുലം വിറ്റ് എന്നൊക്കെ എഴുതി വെറുതെ സ്പെല്ലിംഗ് തെറ്റിക്കണേക്കാളും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെസ്യൂം എന്ന് മാത്രം എഴുതിയാലും മതി. പക്ഷേ എഴുതുമ്പോൾ ഇതുപോലെ ബ്ലോക്ക് ലെറ്റേഴ്സിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലൊന്ന് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എവിടെ നമ്മൾ സെപ്പറേറ്റ്ലി ബോക്സ് വരയ്ക്കണം. എവിടെ നമ്മൾ ഈ ബോക്സ് ഇതാ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സ്, ഈ ഒരു ഔട്ട്ലൈൻ നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് നമ്മൾ വരയ്ക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. റെസ്യൂം എന്ന് നമ്മൾ മെയിൻ ഹെഡിങ് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, റെസ്യൂമിന് പല ഫോർമാറ്റും പലരും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ആപ്റ്റായിട്ട് ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം ഏത് ചോദ്യം വന്നാലും അത്യാവശ്യം ഇത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എല്ലാത്തിലും ഒരുപോലെ തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തരുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിവിടെ വയ്ക്കേണ്ട ഒരു സംഭവമാണ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ചിലർ എനിക്ക് തോന്നുന്നു നെയിമൊക്കെ ആദ്യം വയ്ക്കുന്ന ഒരു ഫോർമാറ്റ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഏതാണോ പഠിച്ചത് അത് പഠിച്ചിട്ട് പോവുക. എന്നാൽ ഞാനിവിടെ തരുന്ന ഫോർമാറ്റും ശരിയാണ്. ഓക്കെ, ഞാനും പഠിച്ചിരുന്ന ടൈമിൽ ഞാനും ഇത് എഴുതിയിട്ടുള്ള ഞാനും പബ്ലിക് എക്സാമിന് ഇതേ ഫോർമാറ്റ് തന്നെയാണ് എഴുതിയത്. ഇതെൻ്റെ ക്ലാസ് ടീച്ചർ എനിക്ക് തന്നതായിരുന്നു കേട്ടോ. ക്ലാസ് ടീച്ചർ അല്ല, സോറി, എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ എനിക്ക് തന്ന ഫോർമാറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോർമാറ്റ് തന്നെ നമുക്ക് ഇവിടെ നോക്കി വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഒബ്ജക്റ്റീവ്. നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം, ഈ ഒരു ജോലി കിട്ടുന്നതിലൂടെ നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ടു വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ അണ്ടർ പ്രിവിലേജ്ഡ്. അപ്പോൾ ഇത് നമുക്ക് ചോദ്യം അനുസരിച്ച് നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ സമ്മാൻ ഫൗണ്ടേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അവരുടെ ക്ഷേമത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം, അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആകാംക്ഷ ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് അങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒബ്ജക്റ്റീവ് നമ്മൾ ആദ്യം കൊടുക്കണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ് കറണ്ട് അഡ്രസ്സ്. കറണ്ട് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ നിലവിലെ അഡ്രസ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, മേൽവിലാസം എന്താണെന്നുള്ളത്. അപ്പം നമ്മളിവിടെ ഫസ്റ്റിൽ നമ്മളിവിടെ ഒരു ഇയാളുടെ ഒരു മേൽവിലാസം നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടോ, ABC വില. അതേ സെയിം തന്നെ ഞാൻ എവിടെയും കൊടുത്തിട്ടുണ്ട്. ABC വില, ജവഹർ സ്ട്രീറ്റ്, കൽക്കട്ട PO. ഓക്കെ, ഒരാൾ തന്നെയാണല്ലോ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് വെച്ചതിനെ എവിടെയും വയ്ക്കാൻ ശ്രദ്ധിക്കുക. പെർമനൻറ്റ് അഡ്രസ്സ് വരുമ്പോൾ ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ സെയിം ആസ് ദ കറണ്ട് അഡ്രസ്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഇങ്ങനെയൊന്നും ഇങ്ങനെയുള്ള ചിഹ്നം ഒന്നും ഇടണേക്കാളും നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക, വേറെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ സെയിം ആസ് ദ കറണ്ട് അഡ്രസ്സ് അത് തന്നെയാണ് നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ ഇമെയിലും ഫോൺ നമ്പറും കൊടുക്കുകയാണ്. അപ്പോൾ ഇമെയിൽ നമ്മൾ ജോൺ എന്നുള്ള പേരാണ് കൊടുത്തിട്ട്, അപ്പോൾ john123@gmail.com എന്ന് കൊടുത്തു. ഫോൺ നമ്പർ നമ്മൾ ഫുള്ളായിട്ട് എഴുതണ്ട, ഇതുപോലെ 7655 ഇങ്ങനെയൊക്കെ ചുമ്മാ എഴുതിയിട്ട് പിന്നെ XXX എന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്തു. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മിക്ക ചോദ്യങ്ങളും ചിലപ്പോൾ തരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ പോസ്റ്റിലോട്ട് പോകണമെങ്കിൽ MBA വേണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതനുസരിച്ച് ക്വാളിഫിക്കേഷനിൽ മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ജനറലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വാളിഫിക്കേഷനാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇതിനകത്തൊരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്യാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഗ്രേഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇയർ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, MBA, HR മാനേജറായിട്ട് MBA അത് ചെയ്ത് MBA കോഴ്സ് ചെയ്തു, ഫസ്റ്റ് ഗ്രേഡ് കിട്ടി. ഏതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. MRSS ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ, പിന്നെന്താണ് BA സൈക്കോളജി ആയിരുന്നു ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, +2 ഫസ്റ്റ് സെൻറ്റ് ഫിലിപ്സ് ട്രിവാൻഡ്രം, SSLC ഫസ്റ്റ് സെൻറ്റ് ജോൺസ് തൃശ്ശൂർ. ഇതൊക്കെ ഇമാജിനറി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സംഭവമാണ്. അല്ലെങ്കിൽ റിയൽ ആയിട്ട് നമുക്ക് പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയോ കോളേജൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ വർഷം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങുക, SSLC 2007 ആണെങ്കിൽ ഞാൻ ജനിച്ച വർഷമാണ് കേട്ടോ. SSLC 2007 ആണെങ്കിൽ നമ്മൾ +2 എടുത്ത് 2 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലേ. അതായത് 2008 2009 പാസ് ഔട്ട് ആവുന്നത്. പിന്നെ BA എന്ന് പറയുമ്പോൾ 3 വർഷമാണ്. അപ്പോൾ 10 11 12 കൊടുക്കുക. പിന്നെ വീണ്ടും അടുത്ത 13 14 15 MBA കൊടുക്കുന്നു. ആ ഒരു വർഷത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ അവിടെ കൊടുക്കണം. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജനറലായിട്ട് ഇങ്ങനെയെങ്കിലും പഠിച്ചിട്ട് പോയി നമ്മൾ ഇതുപോലെ എഴുതിയാലും നമുക്കവിടെ ഓക്കെ ആണ്. പിന്നെ ഇതിന് പുറമെ എക്സ്ട്രാ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണമെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു ബോക്സ് ഇതേപോലെ സെയിം ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം, ഫിൽ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കൊടുക്കേണ്ടതാണ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ HR മാനേജർ ഇൻ ഇൻഫോസൈസ്, പിന്നെ ലെക്ചററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വർഷവും കോളേജിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇപ്പോൾ HR മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഫോസൈസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ്. ഓക്കെ, പിന്നെ ലെക്ചററായിട്ട് ഇന്ന കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു NGO അസോസിയേഷൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സർവീസ് കൗൺസിലിൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ
പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു, നമ്മൾ സോഷ്യൽ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ജേർണൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂ, സാമൂഹിക പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള സെമിനാറുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സ്കിൽസ് എന്താണ്, എന്തൊക്കെ കഴിവുകളാണ് നമുക്കുള്ളത്. ഓൾവേസ് കീപ് ഗുഡ് കണക്ഷൻ വിത്ത് അതേഴ്സ്, നമ്മൾ എല്ലാവരുമായിട്ട് നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്ത് പോകാറുണ്ട്. കൗൺസിലറാണ്, ആർട്ടിസ്റ്റാണ്. ഓക്കെ, ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്പീരിയൻസ്, ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ്, സ്കിൽസ്, ഇതിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ലെവലിൽ നമുക്ക് പോയിന്റ്സ് ഫില്ല് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ലാംഗ്വേജസ് ഏതൊക്കെ അറിയാം? ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ഓക്കെ, അത് കൊടുക്കാം. ഈ മലയാളമൊക്കെ നമ്മൾ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ, ഇങ്ങനെ ഒന്നും എഴുതരുത്, മലയാളം ഫുള്ളായിട്ട് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, നമുക്ക് ഇൻട്രസ്റ്റ് താല്പര്യമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? റീഡിങ്, ട്രാവലിംഗ്, വെസ്റ്റേൺ മ്യൂസിക്, അങ്ങനെ നമുക്ക് കൊടുക്കാം. ഡിക്ലറേഷൻ, നമ്മുടെ ഡിക്ലറേഷൻ അവസാനം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് ഫോർമാറ്റ് പഠിച്ചാലും ഡിക്ലറേഷൻ കൊടുക്കണം. എന്താണ് ഇതുപോലെ തന്നെ എല്ലാ ചോദ്യത്തിലും എഴുതാൻ പറ്റുന്നതാണ്. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ ഡീറ്റെയിൽസ് ഗിവൺ എബവ് ആർ ട്രൂ ആൻഡ് കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ്. അപ്പോൾ ഞാനവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്താണ്, വളരെ ശരിയാണ്. എൻ്റെ അറിവിലും വിശ്വാസത്തിലും വെച്ചിട്ട് വളരെയധികം ശരിയായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ എല്ലാം എഴുതി ചേർത്തിട്ടുള്ളത് എന്നൊരു ഡിക്ലറേഷൻ നമ്മൾ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾ ഏത് ചോദ്യം വന്നാലും ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ലാസ്റ്റ് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ സിഗ്നേച്ചർ കൊടുക്കുന്നു, നമ്മൾ ആദ്യം വെച്ച ആളുടെ പേര് ഞാൻ എവിടെയും കൊടുക്കുന്നു. ഓക്കെ, പിന്നെ പ്ലേസ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഔട്ട്ലൈനും വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എവിടെ നമുക്ക് അധികം നമുക്ക് എന്തില്ല, പാരഗ്രാഫുകൾ കണക്കായിട്ട് ഒരുപാടൊന്നും നമുക്ക് എസ് എ സാധാരണ 8 മാർക്കിനൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് എഴുതണം, അതുപോലെയൊന്നും നമുക്ക് എഴുതാനില്ല. ജസ്റ്റ് ഇതുപോലെ പോയിന്റ്സ് ആയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് അവിടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. സുഖമായിട്ട് നമുക്ക് 8 മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു പാറ്റേൺ, ഞാൻ തരുന്ന ഈ ഒരു പാറ്റേൺ ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതേ ഒരു പാറ്റേണിൽ തന്നെ എഴുതുക. റെസ്യൂം എന്ന് എഴുതണം, ഒബ്ജക്റ്റീവ് എഴുതണം, കറണ്ട് അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ്, ഇമെയിലും ഫോൺ നമ്പറും എഴുതണം. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആ ഒരു ബോക്സ് പ്രത്യേകിച്ച് കൊടുക്കുക. എക്സ്പീരിയൻസ് കൊടുക്കണം, ആക്ടിവിറ്റീസ് കൊടുക്കണം, പിന്നെ എന്താണ് അച്ചീവ്മെൻറ്റ്സ് കൊടുക്കണം, സ്കിൽസ് കൊടുക്കണം, ലാംഗ്വേജസ് നോട്ട് ഇൻട്രസ്റ്റ്, ഡിക്ലറേഷൻ. പിന്നെ ലാസ്റ്റത്തെ കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഇത് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ പഠിച്ച സമയത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പൊട്ടക്കോടെന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ എ സ്ലിഡ് എന്നുള്ളത് ഞാൻ ഓർത്ത് വെച്ചിട്ടാണ് എക്സാമിന് പോകാറുള്ളത്. ഈ എ സ്ലിഡ് എന്നുള്ള രീതിയിൽ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നോക്കൂ, ഇത് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. റെസ്യൂമും ഒബ്ജക്റ്റീവും കറണ്ട് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് റെസ്യൂമും ഒബ്ജക്റ്റീവും കറണ്ട് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ഇമെയിലും ഫോൺ നമ്പർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിരിക്കും. ആ പോയിന്റ് നമുക്ക് അതേ കറക്റ്റ് ഓർഡറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് എപ്പോഴും മാറിപ്പോകുമായിരുന്നു. എക്സ്പീരിയൻസ് ആണോ ആദ്യം വരുന്നത്, സ്കിൽസ് ആണോ ആദ്യം വരുന്നത്, അങ്ങനെ ഒരു എനിക്ക് ഇങ്ങനെ മാറിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഡ് വെച്ചത്. എന്ന് പറയുമ്പം ഇ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് നമ്മൾ ഫസ്റ്റ് എഴുതണം. എ എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ആണ്, ആദ്യം ആക്ടിവിറ്റീസ്, പിന്നെ എ എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് കൊടുക്കുന്നു. പിന്നെ നോക്കേ സ്ലിഡ് എന്നാണ് പറഞ്ഞത് അല്ലേ, സ്ലിഡ്. ഓക്കെ, അതായത് എസ് സ്കിൽസ് ആണ്, എൽ ലാംഗ്വേജസ് ആണ്, ഐ ഇൻട്രസ്റ്റ് ആണ്, ഡി ഡിക്ലറേഷൻ. അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ വെറുതെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോഡാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അല്ലാണ്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് എഴുതിയിട്ട് ബാക്കിയുള്ളതിനാണ് നമ്മൾ ഈ ജസ്റ്റ് ഒരു കോഡ് വെച്ചത്. ആ ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത് കേട്ടോ. ഓർക്കാൻ പറ്റുകയാണെങ്കിൽ ഓർത്തിട്ട് പോയിക്കോളൂ, നല്ലതായിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ എന്താ പറയുക ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമും ചോദിക്കുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുവരെ ഒരു ഫോർമാറ്റ് ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതി അടിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം നമ്മളിതാ എവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആക്ടിവിറ്റീസിലൊക്കെ സോഷ്യൽ സർവീസ് കൗൺസിലിൻ്റെ മെമ്പർ ആയിരുന്നു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? അവിടെ സോഷ്യൽ സർവീസ് അല്ല എഴുതേണ്ടത്. നമുക്ക് അവിടെ വേണമെങ്കിൽ എൻവയോൺമെൻറ്റ് കൗൺസിലിൽ മെമ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ നാച്ചുറൽ ആക്ടിവിറ്റീസിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യനോടനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും ജനറലായിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ പഠിച്ചിട്ടും ഈ ഒരു പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഏത് ചോദ്യം പഠിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഫോർമാറ്റ് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. ഓക്കെ, അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് തന്ന ഫോർമാറ്റ് ഏതാണോ അത് തന്നെ പഠിച്ചിട്ട്
പോവുക. ഓക്കെ, അതും ശരിയാണ്. ഓക്കെ, ഇത് വേറൊരു ഫോർമാറ്റാണ്. ഇത് നിങ്ങൾക്ക് ഇത് പഠിച്ചാലും മാർക്ക് കിട്ടും, നിങ്ങൾ അത് പഠിച്ചാലും മാർക്ക് കിട്ടും. ഏതായാലും നിങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് എഴുതണമെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.